10 days long മുംബൈ രാജസ്ഥാൻ ട്രിപ്പ് സീരീസ് പാർട്ട് 9. അങ്ങനെ 6 മണിക്കൂർ നീണ്ട ജോധ്പൂരിൽ നിന്ന് ജയ്സാൽമറിലേക്കുള്ള നമ്മുടെ സാഹസിക ട്രെയിൻ യാത്രയും കഴിഞ്ഞ് നമ്മൾ അവസാനം ജയ്സാൽമറിലെത്തി. എത്തിയപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയായി കേട്ടോ. കാര്യം നമ്മൾ രാവിലെ ഒരു 6:45 ആയപ്പോഴായിരുന്നു ജോധ്പൂരിൽ നിന്ന് കയറിയത്. എന്ത് പറയാനെന്ന് പറയാം, ഉച്ചയ്ക്ക് 1 മണിയല്ലേ, നല്ല പൊരിഞ്ഞ ചൂടും അതിൻ്റെ കൂടെ നല്ല പൊടിയും. മുംബൈ പോലും പറഞ്ഞു കേട്ടിരിക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഡയറക്റ്റ് അനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വന്നിറങ്ങിയതും ഫുള്ള് 4 വശത്തുനിന്ന് ടാക്സി ഡ്രൈവർമാർ വന്നു വെച്ചിട്ട് വളഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് തല്ലാൻ വേണ്ടിയല്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, ഇന്ന പ്രൈസിന് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് 4 വശത്തുനിന്ന് അറ്റാക്കിങ് ആയിരുന്നു. ഞങ്ങൾ ഏറ്റവും ആദ്യമേ പോയത് ജയ്സാൽമർ ഫോർട്ടിലേക്കായിരുന്നു. ഇവിടെ വന്ന് ഫോർട്ട് കാണുന്നതിനേക്കാൾ ഉപരി എവിടെയെങ്കിലും കയറി ആദ്യമേ ഭക്ഷണം കഴിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. കാര്യം രാവിലെ തൊട്ടേ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ട്രെയിനിലെ അവസ്ഥ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതല്ലേ. നമ്മൾ പാക്കേജ് എടുത്തിട്ടൊന്നും പോകുന്നത് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തേയും ഹോട്ടലുകളൊന്നും നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നും നമുക്കറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിലോ റെഡിറ്റിലോ എവിടെയെങ്കിലും നല്ല അത്യാവശ്യം റിവ്യൂ ഒന്ന് വായിച്ചു നോക്കിയിട്ടായിരിക്കും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറാറ് പൊതുവെ. വേറൊന്നും കൊണ്ടല്ല, ഫുഡ് കഴിച്ച് വല്ല പണിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകുമ്പോഴത്തെ ട്രിപ്പേ പാളും. അതുകൊണ്ടാണ്. റിവ്യൂ മാത്രമല്ല കേട്ടോ, പ്രൈസും ഞങ്ങൾ നോക്കാറുണ്ട്. ഈ റിവ്യൂവും പ്രൈസൊക്കെ നോക്കിയിട്ട് ഒരു ഹോട്ടലിൽ കയറാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഡിസൈഡ് ചെയ്യുന്ന പൊതുവെ വിനായകമായിരിക്കും. ഈ കാര്യത്തിൽ അവൻ അടിപൊളിയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജയ്സാൽമർ ഫോർട്ടൊക്കെ നല്ല മെനക്കി കണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ജയ്സാൽമറിലെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള താർ ഡെസേർട്ടിലേക്കായിരുന്നു. അതായത് ഒറിജിനൽ മരുഭൂമിയിലേക്ക്. താർ ഡെസേർട്ടും സാൻഡ് ഡ്യൂൺസ് ഒക്കെ കാണാൻ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പാരാസൈലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിർത്തി. അത് കണ്ടപ്പം അത് ചെയ്യാനായിട്ട് സിദ്ധാർത്ഥിനൊരു ആഗ്രഹം. അങ്ങനെ അവൻ പാരാസൈലിംഗ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഫ്രണ്ടിലത്തെ ഓപ്പൺ ജീപ്പ് പോകുന്നതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരാൾക്ക് കയറി പോകുമായിരുന്നു. അപ്പോൾ 2 വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ കൂടെ കയറിപ്പോയി. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് പോകണ്ടായിരുന്നു എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, പൊടി. ഉയ്യോ, ഒരു രക്ഷയില്ലാത്ത പൊടിയാട്ടോ അവിടെ. മരുഭൂമിയാണല്ലോ, അപ്പം പിന്നെ ഒന്നും പറയാനില്ല. എന്നെപ്പോലെ പൊടിക്ക് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് നമ്മളൊക്കെ ഒന്നും സൂക്ഷിച്ചോണം കേട്ടോ. അവിടുന്ന് നമ്മൾ താർ ഡെസേർട്ടിലെ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ആയിട്ടുള്ള ഡെസേർട്ട് സഫാരിക്ക് പോയി. അഡ്വഞ്ചർ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പോകുന്ന വഴിക്ക് മണലിൽ പെട്ടി കിടക്കുന്ന ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. ഈ മണലിനകത്തോടെ ഏതും പോരാത്ത ഈ ഓപ്പൺ ജീപ്പിൽ ഇങ്ങനത്തെ ഒരു യാത്ര, ഓ എന്റെ ദൈവമേ. പിന്നെ ഒട്ടക സഫാരി, അത് മാൻഡേറ്ററി ആണല്ലോ. ഒട്ടകമില്ലാതെ എന്ത് മരുഭൂമി. ജീവിതത്തിൽ ഞങ്ങൾ 4 പേരും ഒട്ടക സഫാരി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ മരുഭൂമിയിലെ സൺസെറ്റ് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഡെസേർട്ട് ക്യാമ്പിലേക്കായിരുന്നു. ഡെസേർട്ട് ക്യാമ്പിൽ സ്റ്റേ മാത്രം ഞങ്ങൾക്ക് മുഴുവനായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജയ്പൂരിലേക്കുള്ള നമ്മുടെ ട്രെയിൻ രാത്രി 2 മണിക്കായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഡെസേർട്ട് ഏരിയയിൽ നിന്ന് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ അത് 11 മണിക്ക് മുമ്പ് നമ്മൾ സിറ്റി ക്രോസ് ചെയ്തിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ചെന്നപാടെ ഒന്ന് ഫ്രഷായി കുറച്ച് നേരം പരിപാടി കണ്ടിരുന്നിട്ട് ഞങ്ങൾക്ക് നേരെ തിരിച്ചു പോരേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാക്കിയുള്ള സമയം തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ വെയിറ്റിംഗ് റൂമിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ ബാക്കി നാളെ.